ഹലോ. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹി കൺട്രോൾമെൻറ്റിൽ നമ്മൾ ഇന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇൻഡോ കൊറിയൻ പാർക്കിലേക്കാണ്. ഇൻഡോ കൊറിയൻ പാർക്കിലേക്ക് ഡൽഹിയിൽ നിന്ന് ഒരു കിലോമീറ്റർ, ഡൽഹി ക്യാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോപിനാഥ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ റോഡ് സൈഡിലെല്ലാം ഇവർ നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. റോഡ് സൈഡിലൊന്നും ചെടികൾ വെച്ച് പിടിപ്പിക്കാറില്ല. ജാരിസൺ എഞ്ചിനീയറിൻ്റെ സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ പോയാൽ ഗോപിനാഥ് മാർക്കറ്റിലെത്തും. ഗോപിനാഥ് മാർക്കറ്റിൽ നിന്ന് ഡൽഹി മെട്രോ പോകുന്ന വഴിയെ പോയാൽ നമുക്ക് കൊറിയൻ പാർക്കിലെത്താം. നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സൈഡിലെല്ലാം. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ നല്ല തണലാണ്. നമ്മുടെ നാട്ടിലേതുപോലെ നല്ല തണൽ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ പോയാൽ ഗോപിനാഥ് മാർക്കറ്റിലെത്താം. പട്ടാള സാധനങ്ങൾ നല്ല വിലയോടുകൂടി വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഗോപിനാഥ് മാർക്കറ്റ്. കുറഞ്ഞ വിലക്ക് മേടിക്കാൻ സദർ ബസാർ അപ്പുറത്ത് തന്നെയാണ് വേറെ മാർക്കറ്റുണ്ട്. അവിടെ നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും. നമ്മുടെ നാട്ടിലേക്ക് കൂടെ തന്നെ ഇവിടെ അങ്ങനെ ഇന്നത്തൊന്നും ഇഷ്ടമൊന്നുമില്ല. ഏത് വണ്ടി എങ്ങനെ വേണ്ടല്ലോ. അപ്പം നമ്മൾ ഡൽഹി ക്യാൻഡ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഡൽഹി ക്യാൻഡ് മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഗോപിനാഥ് മാർക്കറ്റിലെത്തി. അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ ഡൽഹി ക്യാൻഡ് മെട്രോ സ്റ്റേഷനിലെത്താം. ഇതാണ് ഗോപിനാഥ് മാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ കൊറിയൻ പാർക്കിലേക്ക് പോവുകയാണ്. റോഡിൻ്റെ രണ്ട് സൈഡും നല്ല തണൽ, നല്ല മെയിൻ്റനൻസ് ചെയ്തിട്ടേക്കുന്നതാണ്. നല്ല പറ്റുന്ന ചെടികൾ നട്ടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡോ കൊറിയൻ പാർക്കിലേക്ക് കടക്കുകയാണ്, എത്തിയിരിക്കുകയാണ്. ഒരു സൈഡിൽ മെയിൻ്റനൻസ് വർക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ പാർക്ക് പണി വരുന്നതേ ഉള്ളൂ. ചെടികളും എല്ലാം വെച്ച് പിടിക്കുന്നുണ്ട്. ഈ 2 ഗേറ്റുണ്ട്. ഈ ഗേറ്റിൽ ചെടികളെല്ലാം വെച്ച് പിടിക്കുന്നു. നല്ല തണലോട് കൂടിയ തണലായ ഒരു പാർക്ക്. നല്ല മെയിൻ്റനൻസ് എല്ലാം നല്ലോണം ചെയ്തിട്ടൊക്കെയാണ്. ഇതാണ് ഇൻഡോ കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക്, ഡൽഹി കൺട്രോൾമെൻറ്റ്. ഡൽഹി ക്യാൻഡ് മെട്രോയിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല. ഒരു 500 മീറ്റർ മാത്രമേ ഉള്ളൂ. അതിനുള്ളിലെ സ്ഥലങ്ങളാണ്, കാണാൻ പോകുന്ന സ്ഥലങ്ങളാണ്. ഡെക്കറേഷൻ ചെടികളെല്ലാം നട്ടുപിടിപ്പിക്കുന്നു. അവിടെ കുറച്ച് ടൈലൊട്ടിക്കുന്നു. പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കാണുന്നതാണ് ഇൻഡോ കൊറിയൻ സ്റ്റാച്യു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടിയേക്കാരുള്ള തമിഴ്നാട്ടിലാണ്.
ഇതിലെല്ലാം കുറച്ച് പേരുള്ളൂ, പണി നടക്കുന്നുള്ളൂ, ടൈൽസ് എല്ലാം ഒട്ടിക്കുന്നു. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. റോസാപ്പൂകളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഒരു പ്ലേസ് എന്ന് തന്നെ പറയാം. നല്ലൊരു പാർക്കാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. രാവിലെ എക്സർസൈസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ട് പാർക്ക്. നല്ല മെയിൻ്റനൻസ് ആണ്. ഒന്നും മെയിൻ്റനൻസ് ഉണ്ട് ഇവിടെ. ജോലിക്കാരൊന്നും മെയിൻ്റനൻസ് ചെയ്യുന്നത്. തികച്ചും ഫ്രീ ആയ ഒരു പാർക്കാണ്. ടിക്കറ്റ് ഫീസ് ഒന്നുമില്ല. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു പാർക്കാണ്.